ഒരു നമ്മുടെ ഈ ഡിസ്കഷൻ കംപ്ലീറ്റ് സൂക്ഷ്മതലത്തിലുള്ളതാണെങ്കിലും മറ്റ് സ്പിരിച്വലിൻ്റെ സീക്കിംഗ് ആണെങ്കിലും എല്ലാം ഈ ഒരു മനുഷ്യൻ്റെ ഒരു ബെർത്ത് ഓക്കെ എളുപ്പം ലൈവാണ്. അതിൻ്റെ നെക്സ്റ്റ് അയാൾ മരണപ്പെട്ട് നെക്സ്റ്റ് അടുത്തൊരു ബെർത്ത്, റീബെർത്ത്. ഇപ്പോൾ ബിറ്റ്വീൻ ദ ഗ്യാപ്പ് ഇപ്പോൾ ഉള്ള ഈ ഒരു ലൈവായിട്ടുള്ള ഇതും അടുത്ത നെക്സ്റ്റ് ബെർത്തും ജസ്റ്റ് ഒരു സങ്കല്പത്തിൽ വരുവാണെങ്കിൽ 2 ബോഡികൾ വയ്ക്കാം. ഈ 2 ബോഡികൾ വയ്ക്കാം, ഒരാളുടെ തന്നെ 2 ബോഡി വയ്ക്കാം. ഈ ബിറ്റ്വീൻ ദ ഗ്യാപ്പ്, ഈ ഗ്യാപ്പിലുള്ളതാണല്ലോ ഈ കംപ്ലീറ്റ് നമ്മളിപ്പോൾ ഈ പറയുന്ന ഡിസ്കഷൻസും ഈ അന്വേഷണങ്ങൾ കംപ്ലീറ്റ്. ഞാനിപ്പോൾ ജീവിച്ചിരിക്കുക, എനിക്കൊരു നെക്സ്റ്റ് ബെർത്ത് ഉണ്ട്. അപ്പോൾ അതിലൊരു ബോഡി, അപ്പോൾ ഈ ബോഡി ഇപ്പോഴുള്ള ബോഡിയുണ്ട്, അടുത്തൊരു ബോഡിയുണ്ട്. ഇതിൻ്റെ ഗ്യാപ്പാണല്ലോ, ഈ ഗ്യാപ്പാണല്ലോ സൂക്ഷ്മതലത്തിലുള്ള അറിവ് എന്ന് ഈ നമ്മൾ പറയുന്നത്. ഇപ്പം എന്തെങ്കിലും പല എക്സ്പീരിയൻസ് ആയിരുന്നാലും മനസ്സിലായല്ലോ ഞാൻ പറഞ്ഞു. ഇതാണല്ലോ ഒരാളെ അന്വേഷിക്കുന്നത് കംപ്ലീറ്റ്. ഈ സൂക്ഷ്മതലത്തിലുള്ള ഇത് ഈ ഒരു അനുഭവമാണ്. ഈ അനുഭവം ഇല്ലാതെയും എല്ലാവരും ബർത്ത് ചെയ്യുന്നു, എടുക്കുന്നു, വീണ്ടും റീബർത്ത് ചെയ്യുന്നു, വീണ്ടും റീബർത്ത്. ഈ ശരിക്കും എൻലൈറ്റ്മെൻറ്റ് എന്നൊക്കെ പറയുന്നതും ഈ മറ്റേത് പറയുന്നതും എല്ലാം ഈ ഗ്യാപ്പിനിടയ്ക്ക് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് ഈ എൻലൈറ്റ്മെൻറ്റ് എന്ന് പറയുന്ന അത് എൻ ചെയ്ത അല്ലെങ്കിൽ അതിലേക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ അറിയുന്നു, മറ്റവർക്ക് അറിയാൻ പറ്റുന്നില്ല. ഈ ഒരു ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. ഈ നമ്മളീ പറയുന്ന ശബ്ദങ്ങൾ കേൾക്കുന്നതും അല്ലെങ്കിൽ അത് ഇത് എല്ലാം ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. അത് തന്നെയാണല്ലോ അല്ലേ? അല്ല, അതിൽ ചെറിയ വ്യത്യാസമുണ്ട്. അതായത് നമുക്കിപ്പോൾ ഈ അന്വേഷണം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ശരീരരഹിതമായിരിക്കുന്ന ഒരു ഗ്യാപ്പിലേക്കുള്ള കാര്യങ്ങളല്ല. കാരണം ശരീരത്തിൽ ഇരിക്കുമ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ആഴത്തിനെയും പരപ്പിനെയും കുറിച്ചുള്ള ഒരു പഠനമാണ് വാസ്തവത്തിൽ ഒരു വ്യക്തി അന്വേഷണത്തിൽ ചെയ്യുന്നത്. ശരീരരഹിതമായിരിക്കുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് ആലോചിക്കുന്ന പോലും ഇല്ല എന്നുള്ളതാണ് സത്യം. പിന്നെ അതിൽ സൂക്ഷ്മതലം മാത്രമായിരിക്കുന്നിടത്ത് അവിടെ സൂക്ഷ്മതലം മാത്രമേ ഉള്ളല്ലോ, സ്ഥൂലമായിരിക്കുന്ന ഒന്നും തന്നെ ഇല്ല. അപ്പോൾ സ്ഥൂലമായിരിക്കുന്ന ഒന്നും തന്നെ ഇല്ലാത്തതുകൊണ്ട് സൂക്ഷ്മതലത്തിനുള്ളൊരു ഫോക്കസ് കിട്ടുന്നതുകൊണ്ട് തീർച്ചയായിട്ടും സൂക്ഷ്മതലം അതാണ് പ്രധാനം എന്ന് നമ്മൾ ചിന്തിക്കാൻ സാധ്യതയുണ്ട്. അല്ലാതെ സൂക്ഷ്മതലം ഇവിടെ ഇല്ലാതില്ല, ഇവിടെ സൂക്ഷ്മതലം ഉണ്ടല്ലോ. സൂക്ഷ്മതലത്തിൽ ഈ സംഭവിക്കുന്നതിൻ്റെ ഒരു സ്ഥൂലമായിരിക്കുന്ന ഒരു അനുഭവമാണ് നമ്മളിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാം തന്നെയും സൂക്ഷ്മതലത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കൂടെ. പക്ഷേ ഇത് നമ്മളറിയുന്നില്ല. നമുക്ക് ഇവിടെ സ്ഥൂലത്തിൻ്റെ കൂടുതലുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു തള്ളിക്കയറ്റം കൊണ്ട് സ്ഥൂലം നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ട് സൂക്ഷ്മത്തിൻ്റെ പ്രാധാന്യമില്ലാതായി പോകുന്നു. റോബ്സൺ പറഞ്ഞ ആ ഗ്യാപ്പിൽ സ്ഥൂലമില്ലാതിരിക്കുന്നത് കൊണ്ടും സൂക്ഷ്മം നിറഞ്ഞിരിക്കുന്നത് കൊണ്ടും അത് സൂക്ഷ്മത്തിൻ്റെ കാലഘട്ടമാണെന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്നു. സൂക്ഷ്മം അന്നുകൊണ്ട് എന്നുകൊണ്ടെന്ന് ഞാൻ പറയുന്ന കാര്യം കാലത്തെ സംബന്ധിക്കുന്ന ഇന്ന് നാളെ എന്നും എന്നൊക്കെ പറയുന്നതൊക്കെ ഉള്ളത് പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിൽ മാത്രമാണ്. ശ്രദ്ധിക്കുന്നുണ്ടോ? പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിൽ മാത്രമാണ്. ആ പ്രപഞ്ചം നിലനിൽക്കുന്നിടത്തോളം അതാണ് എന്നും ഉണ്ടെന്ന് പറഞ്ഞത്. അതുവരെ ഈ സൂക്ഷ്മത കണ്ടിന്യൂ ചെയ്യുന്നു. എന്നാണ് പ്രപഞ്ചം ഇല്ലാതാവുന്നത്, അന്ന് ആ സൂക്ഷ്മത ഇല്ലാതാവുകയും ചെയ്തു. പിന്നെ അവശേഷിക്കുന്നത് ബോധം മാത്രമാണ്. അപ്പോൾ അതുവരെ ഈ സൂക്ഷ്മതകൾ ബോധത്തിൽ നിന്ന് തന്നെ ഉണ്ടായ സൂക്ഷ്മതകളുടെ നിലനിൽപ്പ് ഉള്ള സ്ഥിതിക്ക് സൂക്ഷ്മം ഇല്ലാതിരിക്കുന്നേ ഇല്ല, എല്ലായിടത്തും ഉണ്ട്. അപ്പം ഒരു ജനന മരണങ്ങൾക്കിടയിലൊരു ഗ്യാപ്പിലേക്ക് മാത്രം സൂക്ഷ്മതയെ കൊണ്ടുവന്ന് പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് ഞാൻ സൂചിപ്പിച്ചത് ആദ്യമായിട്ട്. ഇവിടെയുണ്ട്, അവിടെയുണ്ട്. പിന്നെ ഒരു ബോധപ്രാപ്തിൻ്റെ അനുഭവം എന്ന് പറയുന്നത് അത് ഈ കാലികമായിരിക്കുന്ന വ്യത്യാസങ്ങളൊന്നും തന്നെ ഇല്ല, അത് നിത്യമാണ്. അത് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ദൈനംദിനമായിരിക്കുന്ന ജീവിതത്തിലും അവിടെയുണ്ട്. ജന്മജന്മാന്തരങ്ങളായിട്ടുള്ള ഈ ചാക്രിക പ്രവർത്തനങ്ങളിലുമുണ്ട്. ഈ ഇന്നും നാളെയും പോകുന്നത് പോലെ തന്നെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഈ ജന്മങ്ങളും ശരീരങ്ങളിൽ കൂടെയുള്ള യാത്രയും അവിടെ ദൃശ്യമാവുന്നുണ്ട്. പക്ഷെ അത് ദൃശ്യമാക്കി വെച്ചുകൊണ്ട് അനുഭവിച്ചുകൊണ്ട് ഈ ശരീരത്തിലിരിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് അതിൻ്റേതായ പരിമിതികളെ അവലംബിച്ചുകൊണ്ടായിരിക്കും അവരുടെ ചര്യകൾ എന്നുള്ളതാണ്.
അപ്പോൾ ഒരിക്കലും ഈ സൂക്ഷ്മത്തിൽ മാത്രമേ നിൽക്കുന്നു എന്നുള്ളത് നമുക്ക് യോജിക്കാൻ പറ്റില്ല. സൂക്ഷ്മം തന്നെയാണ് എല്ലാം. സ്ഥൂലത്തെ തള്ളിക്കളയുന്നൊന്നുമില്ല. സ്ഥൂലത്തെ തള്ളിക്കളയുന്ന ഒരു ശീലം നമ്മൾ ആദ്യത്തെ റോബ്സൺ താമസിച്ചുപോയി. ആദ്യത്തെ ചോദ്യം അതായിരുന്നു. ഈ അനുഭവത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് ബോധത്തിൻ്റെ ഇതിലേക്ക് പോകുന്നതിനെക്കുറിച്ചായിരുന്നു ആദ്യം ചോദിച്ചത്. അപ്പോൾ ഈ സ്ഥൂലത്തെ തള്ളിക്കളയാനുള്ള വ്യഗ്രത ഉണ്ടാകുന്നത് സ്ഥൂലം നിത്യമല്ല എന്ന് തോന്നുന്നതുകൊണ്ടാണ്. സ്ഥൂലത്തെക്കാൾ കൂടുതൽ കമ്പാരിറ്റീവ്ലി സൂക്ഷ്മം നിത്യമാണ് എന്ന് തോന്നുന്നതുകൊണ്ടാണ് സ്ഥൂലത്തെ തള്ളിക്കളയാനുള്ള വ്യഗ്രത നമുക്ക് വരുന്നത്. എന്നാൽ കാരണത്തിൻ്റേതായ, അതായത് ഈ ബോധത്തിൻ്റേതായ ഒരു ഭൂമികയിൽ നിന്നുകൊണ്ട് നോക്കുമ്പോൾ ഈ സൂക്ഷ്മവും എന്താണ്? അനിത്യമാണ്. അതിന് നിത്യതയൊന്നുമില്ല. ഞാനിതായി പ്രപഞ്ചമായി വരുന്നതിന് മുമ്പ് ഞാൻ സൂക്ഷ്മം പോലും അല്ലായിരുന്നു എന്ന് ഞാൻ തിരിച്ചറിയുന്നിടത്താണ് സൂക്ഷ്മതയുടെ അനിത്യത ബോധ്യപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ആപേക്ഷികമായ ദർശനങ്ങളാണ്, പാരമാർത്ഥികമല്ല. അപ്പോൾ ഇത് അബ്സല്യൂട്ടായിട്ടുള്ള നോളജ് എന്ന് വിസ്ഡം എന്ന് പറയുന്നിടത്ത് ഈ സൂക്ഷ്മത പോലും നിലനിൽക്കുന്നില്ല. അതുകൊണ്ട് സൂക്ഷ്മതയുടെ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ ചോർത്ത് ലൈറ്റ് തെളിച്ചുകൊണ്ട് അതാണോ ഇത് എന്ന് ചോദിക്കാൻ പറ്റൂല എന്നാണ് ഞാൻ പറഞ്ഞത്. ഇനി കണ്ടിന്യൂ ചെയ്യാം, അത് തീർന്നില്ല. ഇല്ല, അത് അവസാനം പറഞ്ഞത് ശരി തന്നെയാണ്. അതിലൂടെ സൂക്ഷ്മവും ഒന്നുമില്ല അബ്സല്യൂട്ടായിട്ടുള്ള ഇതിൽ. അങ്ങനെ ആവുന്നതിന്, ആ ഒരു ബോധത്തിലേക്ക് വരുന്നതിന് മുമ്പുള്ള ഒരു സ്റ്റേജാണ് ഞാൻ പറഞ്ഞത്. ഒരു സഞ്ചാരം ഉണ്ടല്ലോ ഒരു സൂക്ഷ്മ ശരീരത്തിന്, ഒരു ബോഡിയിൽ നിന്ന് വേറൊരു ബോഡിയിലേക്കുള്ള ആ സഞ്ചാരം. പക്ഷേ താരതമ്യേന ഇപ്പോൾ ഒരു 80 years എന്നാണ് നമ്മൾ, 80-90 years ആണ് നമ്മളിവിടെ നമ്മളുടെ കലണ്ടർ വെച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പക്ഷേ അടുത്തൊരു പക്ഷേ സൂക്ഷ്മതലത്തിലുള്ള ഈ കാലഗണന, ഈ നമ്മളുടെ ഈ വിസിബിളായിട്ടുള്ള, വിസിബിൾ മീൻസ് സാധാരണ രീതിയിലുള്ള ആൾക്ക് വിസിബിളായിട്ടുള്ള കാലഗണനയെ അപേക്ഷിച്ച് കൂടുതലായിട്ടാണ് ഉള്ളതായിട്ടാണ് പലപ്പോഴും പലയിടത്തുനിന്നും കേട്ടതും മനസ്സിലാക്കുകയും പറ്റുകയും ചെയ്യുന്നത്. അങ്ങനെ ആപേക്ഷികമാണ്. കാരണം എല്ലാവരും കൂടുതലായൊരു സൂക്ഷ്മം മാത്രമുള്ളൊരു അവസ്ഥയല്ലേ പറയും. അതങ്ങനെ ദീർഘമായിരിക്കണം നിർബന്ധമൊന്നുമില്ല. പക്ഷേ ഓരോ വ്യക്തികളുടെയും ഓരോ മനസ്സുകളുടെയും എന്ന് പറയുന്നതാണ് നല്ലത്. ഓരോ മനസ്സുകളുടെയും കപ്പാസിറ്റി അനുസരിച്ച് നീളം കൂടുതലോ കുറവോ ആവാം. ചിലത് അവരുടെ നിശ്ചയം കൊണ്ട് തന്നെ ആ സൂക്ഷ്മ ലോകത്ത് കൂടുതലായിട്ട് ഇരിക്കേണ്ടിയിരിക്കുന്നു, സൂക്ഷ്മമായിരിക്കുന്ന ഭാവത്തിൽ ഇരിക്കേണ്ടിയിരിക്കുന്നു. ചിലപ്പോൾ അവരുടെ തന്നെ നിശ്ചയം കൊണ്ട്, ഇതൊക്കെ അവരവരുടെ നിശ്ചയം തന്നെയാണ്, അവരവരുടെ നിശ്ചയം കൊണ്ട് തന്നെ സ്ഥൂലഭാവത്തിലേക്ക് പെട്ടെന്ന് വരികയും ചെയ്യും. കാരണം ഇത് ഇങ്ങനെ ചിന്തിക്കാൻ കാരണം എന്ന് വെച്ചാൽ, ഇപ്പം 2000, 3000, 5000 വർഷങ്ങളോളം ആരാധിക്കുന്ന ദേവത സ്വരൂപങ്ങളുണ്ട്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ ഒരാൾ നോക്കുവാണ്, ഒരാളുടെ കാൽക്കുലേഷൻ വെച്ച് നോക്കുമ്പോൾ 5000, പിന്നെയും പോകുന്ന വർഷങ്ങളുണ്ട്. അപ്പോൾ അത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ സാധാരണ ലോജിക്ക് നമ്മൾ നോക്കുമ്പോൾ ഇതാണ്, ഇത്രയും വർഷം സൂക്ഷ്മതലത്തിലുള്ള അതിനുള്ള എക്സിസ്റ്റൻസ് ഉള്ളതുകൊണ്ടാണല്ലോ. അതെന്തുകൊണ്ടാണ്? അത് ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്. സൂക്ഷ്മതലത്തിൽ അവർ എക്സിസ്റ്റ് ചെയ്യുന്നതിന് കാരണം എന്ന് പറയുന്നത് സ്ഥൂലത്തിലെ ആൾക്കാർ ആരാധിക്കാനുള്ളതുകൊണ്ടാണ്. എത്രയോ ഗ്രീക്ക് ദേവതകൾ മരിച്ചു കഴിഞ്ഞു, അവരെക്കുറിച്ച് ആരും ആലോചിക്കുന്നില്ല. അപ്പോൾ തീർന്നു. സ്ഥൂലതലത്തിൽ ആലോചിച്ചുകൊണ്ടിരിക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഈ ഗുരുക്കന്മാരെല്ലാം അവരവരുടെ നാമാവലികളും പിന്നെ സംഗതികളും ഉണ്ടാക്കി ഇട്ടിട്ട് പോകുന്നത്. കാരണം അവരെ ഓർമ്മിക്കപ്പെടുന്നതിന് വേണ്ടി മാത്രം. അതിനൊരു സ്വാർത്ഥതയല്ലേ എന്ന് രഹസ്യമായിട്ട് എൻ്റെ അടുത്ത് വെച്ചാൽ അതേന്ന് ഞാൻ പറയുകയും ചെയ്യും കേട്ടോ. അല്ല, അങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരു യുക്തി. അതുകൊണ്ട് ആ സൂക്ഷ്മലോകത്ത് നിലനിൽപ്പിന് കാരണം സ്ഥൂലതയാണ്. ഈ സ്ഥൂലലോകത്താണ്, ഇതിനാണ് പ്രാധാന്യം. അതാണ് ഏറ്റവും രസം. ഈ വേദാന്തികൾ തള്ളിക്കളഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സ്ഥൂലലോകത്തിന് അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. ഇത് നിലനിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് സ്ഥൂലലോകങ്ങളിലെ ഈ പറഞ്ഞ റോബ്സൺ പറഞ്ഞ ദേവതകളുടെ പോലും നിലനിൽപ്പ്. കുറേ കാലം കഴിയുമ്പോൾ ഈ ദേവതകളെ മറന്നു പോവുകയും ഈ ദേവതകൾ ഇല്ലാതാകുകയും പുതിയ ദേവതകൾ ഉണ്ടാകുകയും ചെയ്യും. നമ്മുടെ ആവശ്യത്തിന് വെച്ച് പുതിയ ദേവതകൾ ഉണ്ടാക്കും. കുറേ കഴിയുമ്പോൾ മനുഷ്യൻ പുരോഗമിച്ച് വരുമ്പോൾ ഇതൊന്നും പോരാ എന്ന് തോന്നും, ഇതൊന്നും ലോജിക്കലെല്ലാം തോന്നുമ്പോൾ പുതിയ ദേവതകളെ സൃഷ്ടിക്കും. അന്ന് അതിനുള്ള ഇതിഹാസങ്ങൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്യും. മനുഷ്യനല്ലേ. അപ്പോൾ അങ്ങനെയെങ്കിൽ അതാണ് യുക്തിചിന്തകർ പറയുന്ന പോലെ നിങ്ങൾ സൃഷ്ടിക്കുന്നതാണ് നിങ്ങളുടെ ദൈവം, നിങ്ങളുടെ ലോകം എന്നുള്ള കൺസെപ്റ്റിലേക്ക് വന്നിരിക്കത്തില്ല. തീർച്ചയായിട്ടും അതിന് സംശയമൊന്നുമില്ല. നമ്മൾ തന്നെ സൃഷ്ടിക്കുന്നതാണ്. ഇപ്പോൾ ഹനുമാൻ എന്ന് പറയുന്ന ആൾ ഒരു ഭക്തനായ ബ്രഹ്മചാരി ആയിരിക്കുന്ന ഒരു വ്യക്തിത്വമായിട്ടല്ലേ നമ്മൾ പുരാണങ്ങളിൽ പഠിക്കുന്നത്. എന്നാൽ പൈശാചിക സ്വഭാവമുള്ള ഹനുമാനെ മനുഷ്യൻ സൃഷ്ടിച്ചു വച്ചിട്ടുണ്ട്. പൈശാചികമായിരിക്കുന്ന ഒരു സ്വഭാവത്തിലുള്ള ഹനുമാനുണ്ട്. ഗണപതി, ദേവതകളുടെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ പറയുന്നത്, ഗണപതി, ഉച്ഛിഷ്ട ഗണപതി എന്ന് പറഞ്ഞൊരു പൈശാചിക സ്വഭാവത്തിലുള്ള ഗണപതിയുണ്ട്.
ആ ഗണപതിയുടെ രൂപവർണ്ണന തന്നെ ഒരുമാതിരി ആഫ്രിക്കൻ ആനയെ പോലെയാണ്. ഒരു മര്യാദയില്ലാത്ത രീതിയാണ്. ഇത് നമ്മുടെ സങ്കല്പമാണ്. നമ്മുടെ സങ്കല്പത്തിന് തീർച്ചയായിട്ടും ശക്തിയുണ്ട്. മനുഷ്യ മനസ്സിനുള്ള ശക്തി വേറെ ഒന്നിനുമില്ല. അത് മനസ്സിലാക്കാത്തിടത്തോളം കാലം ഈ നമ്മൾ ഇത്തരത്തിലുള്ള വിധേയത്വങ്ങളുടെ മുമ്പിൽ പോകുന്നു എന്നുള്ളതാണ് സത്യം. അത് നമ്മൾ മനസ്സിലാക്കുന്നത് വരേ ഉള്ളൂ. പിന്നെ അതിനുശേഷം വിധേയത്വങ്ങളില്ല. പിന്നെയുള്ളത് സൗഹൃദങ്ങൾ മാത്രമാണ്. ദേവതകളുമായിട്ട് ഇപ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ സുഹൃത്തായിരുന്നു. ആ സൗഹൃദത്തിൻ്റെ പേരിലാണ് അവർ പ്രതിഷ്ഠകൾ നടത്തുന്നതും പിന്നെ പാട്ട് പാടുന്നതും അല്ലെങ്കിൽ കവിത എഴുതുന്നതും സ്തവങ്ങൾ എഴുതുന്നതും ഒക്കെ സൗഹൃദമാണ്, വിധേയത്വമല്ല. മനസ്സിലാക്കണം. നമുക്കത് വിധേയത്വമായിട്ട് തോന്നും, കാരണം നമ്മളതുപോലെയാണല്ലോ. അതുകൊണ്ട് നമുക്ക് തോന്നുന്നത് ഇത് വിധേയത്വമാണെന്ന് തോന്നും. അല്ലാതെ അവർ ക്ഷേത്രത്തിൻ്റെ കൂടെ പോകുമ്പോൾ എന്തെങ്കിലും അശ്ലീലം കാണിക്കുക, ഇനിയിപ്പോൾ അസഭ്യമായി പോകുമെന്ന് വെച്ച് പറയാത്തതാണ്. നീ പറഞ്ഞങ്ങ് തീർത്ത് ഇനിയിപ്പോൾ സഹിച്ചുണ്ടാൽ മതി. കാണിക്കില്ല. എന്നിട്ട് അതിന് കാണിക്കേണ്ട ആവശ്യമില്ല. അവർക്ക് തൊഴാമല്ലോ, അവർ തൊഴും. തൊഴുതുകൊണ്ട് അവർക്കെന്താ നഷ്ടം? റോബ്സനെ കാണുമ്പോൾ നമ്മൾ കൈ കാണിക്കൂലേ? റോബ്സനെ തിരിച്ച് കൈ കാണിക്കും, ഇത്രയേ ഉള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള ബാന്ധവമാണ് അവിടെ ഉള്ളത്. കാരണം ഇത് നിത്യമല്ല. അതാണ് ആ ഗുരുചിന്തനത്തിൽ അദ്ദേഹം പറയുന്നുണ്ടല്ലോ, ഇതൊക്കെ തന്നെയും കെട്ടിക്കിടക്കുന്ന കാര്യങ്ങളാണ്, ഇതെല്ലാം കെട്ടിക്കിടക്കുന്ന ബന്ധങ്ങളാണ്. ഇതൊക്കെ കാലാനുസൃതമായി മനുഷ്യനുണ്ടാക്കുന്ന ഓരോ രൂപങ്ങളും ഭാവങ്ങളും തന്നെയാണ്. നിത്യമായിട്ടുള്ളത് ബോധം മാത്രമാണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതിനൊന്നും ആപേക്ഷികമല്ലാത്ത വിലയില്ല. ആപേക്ഷികമായിട്ടൊരു വിലയുണ്ട് തീർച്ചയായിട്ടും. ഒരു കുട്ടിക്ക്, എൻ്റെ മോന് അവൻ്റെ പ്രായത്തിനനുസരിച്ച് ആവശ്യമായ ഒരു പലഹാരമോ എന്തെങ്കിലും ഒരു സംഗതിയോ ഒരു ഗിഫ്റ്റോ കൊടുക്കുന്നത് പോലെ അത് ആപേക്ഷികമായൊരു കാര്യമാണ്. അവൻ വയസ്സായി കെട്ടി പെണ്ണുങ്ങളെയും കൊണ്ട് വരുമ്പോൾ ഈ ഗിഫ്റ്റ് എടുത്ത് കൊടുത്താൽ എങ്ങനെ ഇരിക്കും? കളിപ്പാട്ടം നിനക്ക് ഇതാ വച്ചിരിക്കുന്നു, തീർന്നില്ലേ? ആപേക്ഷികമായിരിക്കുന്ന കാലഘട്ടം, ആപേക്ഷികമായിരിക്കുന്ന കാഴ്ചപ്പാടാണ് അവിടെ ഉള്ളത്. പക്ഷേ ഇത് എനിക്കിപ്പം ഈ വാക്കുകളുകൊണ്ട് ഇതിനെ ഇങ്ങനെയാണെന്ന് കേട്ടിട്ടും എനിക്ക് എന്തുകൊണ്ട് ആ ഒരു ബോധോദയം ഉണ്ടാവുന്നില്ല? അത് കേട്ടാൽ ഉണ്ടാവില്ല എന്നുള്ളതുകൊണ്ടാണ്. നമ്മൾ ദേവതകളുമായിട്ടുള്ള പിന്നെ അതിരി കിടന്ന വിനിമയം ഉണ്ടെങ്കിൽ ഇത് വലിയ ബുദ്ധിമുട്ടുമാണ്. കാരണം അവരവരുടെ ലോകത്ത് നിന്ന് നമ്മളെ രക്ഷപ്പെടാൻ സമ്മതിക്കില്ല. അത് മനസ്സിലാക്കണം. ഓപ്ഷൻ മനസ്സിലാക്കണം. അതിലേക്ക് പോകരുത് എന്ന് പറയുന്നത് അവരുടെ നിന്ന് ഒരിക്കലും മോചനം തരില്ല. കാരണം അവർക്ക് ഈ പറഞ്ഞ പോലെ അവരുടേതായ കുറേ അണികളെ ലോകത്ത് ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് എൻ്റെ ദൈവങ്ങൾ, നിങ്ങളുടെ ദൈവങ്ങൾ, ആ ദൈവങ്ങൾ, ഈ ദൈവങ്ങൾ എന്നൊക്കെ സെമിറ്റിക് മതങ്ങളിൽ വന്നതും. അപ്പോൾ ഇവയ്ക്കെല്ലാം നിലനിൽപ്പുണ്ടെന്നും അവ തമ്മിലൊരു ക്ലാഷിലാണെന്നും എന്നുള്ള സൂചനയും കൂടെ ഇവിടെ വരുന്നു. അപ്പം അത് ക്ലാഷാണെന്നുള്ളതല്ല ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത്തരത്തിലുള്ള അവസ്ഥകളുണ്ട്, പ്രപഞ്ചത്തിലുണ്ട്. അപ്പം എനിക്ക് മനസ്സിലാവുന്നത് തികച്ചും ആ ഒരു വ്യക്തി സങ്കല്പങ്ങളിൽ നിൽക്കുന്നതുകൊണ്ടാണ്, പ്രസൻറ്റിലേക്ക് വരുന്നില്ല. അപ്പം ഇത് കേട്ടെങ്കിലും അവൻ്റേതായ ഡിസൈസ്, പൂർവജന്മ വാസനകൾ, പിന്നെ ഇത് എല്ലാം കൂടെ ഒരു സാങ്കല്പികത ഉണ്ടാക്കുന്നുണ്ടെന്ന് തീർച്ചയായും. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഈ ഒരു തിരിച്ചറിവിലേക്ക് വരാതിരിക്കുന്നു. അല്ല, തിരിച്ചറിവിലേക്ക് വരാൻ സാധ്യതയുള്ളതെന്ന് പറയുന്നത് നിത്യമായി ഈ പറഞ്ഞ സൂക്ഷ്മതകളുമായിട്ടുള്ള ഗാഢമായ ബന്ധം ഉണ്ടായി കഴിയുമ്പോൾ സൂക്ഷ്മതകളുടെ പരിമിതി മനസ്സിലാവും. എന്താണോ ഈ വാച്ഛയിലുള്ള സുഖം പ്രാപ്തിയിലില്ല എന്ന് വേദാന്തികൾ പറയുമല്ലോ. ഇപ്പോൾ ദേവതാപ്രാപ്തി, ദേവതകളെ കിട്ടണമെന്നുള്ള പ്രാപ്തിയുണ്ടല്ലോ, അത് ഉണ്ടായി കഴിയുമ്പോൾ ദേവതകൾ പുല്ലാണ്. പിന്നെ അവിടെയാണ് ഈ ഉണ്ടാവുന്നവരേ ഉള്ളൂ ഈ ത്വര. ഉണ്ടായി ബന്ധപ്പെട്ട് കഴിയുമ്പോൾ വിചാരിക്കും നിസ്സാരമാണെന്ന് വിചാരിക്കും, അത്രയേ ഉള്ളൂ എന്ന് പിടിയിട്ട്. അതാണ് അപ്പോൾ ഈ നമ്മുടെ ആ പ്രാപ്തി കൊണ്ടാണ് അതിന് ഇത് ഇല്ലാതാക്കുന്നത്, ഈ വാഞ്ഛയിലെ സുഖം ഇല്ലാതാക്കുന്നത്. അത് ഉണ്ടായാലും മതി, സാച്ചുറേഷൻ പോയിന്റിലെത്തും. അപ്പം ഇപ്പം പറഞ്ഞ ആൻസർ വെച്ചിട്ട് അപ്പം സൂക്ഷ്മതയുള്ള എക്സ്പീരിയൻസിലൂടെ കടന്നു പോയിട്ട് പിന്നെയാണ് അത് ഒരു അങ്ങനെ ഒരു വാല്യുബിൾ ഉള്ളതല്ല എന്ന് തിരിച്ചറിഞ്ഞിട്ടാണ് പിന്നെ അങ്ങോട്ട് പോകുന്നത് എന്നുള്ളൊരു ഒരു ഗ്രാജുവൽ ഒരു ആണ്. അങ്ങനെ വ്യാഖ്യാനിക്കാം. പക്ഷേ ഇത് സംഭവിക്കുന്നത് രണ്ടും കൂടെ ഒരുമിച്ചാണ്. നമ്മൾ ലക്ഷ്യത്തെ മാത്രം മുൻനിർത്തി ബോധത്തിലേക്ക് മാത്രം നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വഴിയിൽ കാണുന്ന വഴിവാണിഭങ്ങളും അല്ലെങ്കിൽ ചായക്കടകളും അതുപോലുള്ള സംഗതികളൊക്കെ ആയിട്ട് ഈ സൂക്ഷ്മാനുഭവങ്ങളെല്ലാം കാണാം. അതെല്ലാം കഴിഞ്ഞ് തന്നെ അങ്ങോട്ട് പോകും. നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുക എന്നുള്ളതേ ഉള്ളൂ.
നമ്മളീ പോകുന്ന വഴിക്കുള്ള ചായക്കടയിൽ കയറി തങ്ങാൻ നിൽക്കാതിരിക്കുക, ആ താൽക്കാലിക ശീതളിമയിൽ അവിടെ അങ്ങനെ അഭിരമിച്ച് നിൽക്കാതിരിക്കുക, മുന്നോട്ട് പോവുക, അതിലൊരിക്കലും മൈൻഡ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അത് നമുക്ക് പലതരത്തിലുള്ള സൗകര്യങ്ങൾ തരും. ഇപ്പം നമ്മൾ ഹിമാലയത്തിൽ പോകുമ്പോൾ, ഹിമാലയത്തിൽ പണ്ട് ഞങ്ങൾ ആദ്യം പോകുമ്പോൾ 92 പോകുമ്പോൾ, അന്നൊക്കെ ഒരു ഫോട്ടോ, അന്ന് ഇതൊന്നും ഇല്ലല്ലോ, ഫോണില്ല, ഒരു ക്ലിക്ക് ലൈറ്റ്, ആ ഫ്ലാഷ് ലൈറ്റ് കാണിച്ചു കൊടുത്താൽ മതി, ആ കയറുന്നവർക്കുള്ള ചപ്പാത്തി മുഴുവൻ അയാൾ പൈസ ഇല്ലാതെ തരും. ചപ്പാത്തിക്ക് പൈസ വാങ്ങിക്കുകയില്ല, കാരണം അയാൾക്ക് ഫോട്ടോ എടുത്താൽ അയാൾ കാണാൻ പോലും പോകുന്നില്ല, അയാൾ ഈ ഫോട്ടോ കാണാൻ പോലും പോകുന്നില്ല. പക്ഷേ അയാളുടെ വിചാരം എന്ന് പറയുന്നത് എന്തോന്നോ ഒരു അലൗകികമായിരിക്കുന്ന സംഗതി നടന്നിരിക്കുന്നതെന്നാണ്. അപ്പം ഞാൻ പിന്നെ നോക്കിയപ്പോൾ മനസ്സിലായി എങ്ങനെ പറ്റിക്കുന്ന ടൂറിസ്റ്റുകളുമുണ്ട്. അന്നൊക്കെ ഇത്രയും ആൾക്കാർ അവിടെ ഒന്നും കയറുന്നില്ലല്ലോ. അപ്പോൾ അവിടെയൊക്കെ വഴിയിലിട്ടിരിക്കുന്ന അവർ വളരെ പാടുപെട്ടാണ് അവിടം വരെ ഈ പിന്നെ ആട്ടയൊക്കെ കൊണ്ടുവന്ന് വയ്ക്കുന്നത്. ആ കഴുതപ്പുറത്ത് ചുമന്ന്, അല്ല കോർകഴുതി ചുമന്നാണ് കൊണ്ടുവയ്ക്കുന്നത്. എന്നിട്ട് ക്രൂരരായ സഞ്ചാരികൾ ഫോട്ടോ എടുത്തിട്ട് പൈസ കൊടുക്കാതെ പോകുന്നുണ്ട്. കാരണം അത്രയും നേരം അവിടെ ഇരുന്ന് സുഖം ആയിട്ട് കുറച്ച് നേരം ഇരിക്കാൻ പറ്റുന്നു മരത്തിൽ കയറ്റത്തിൻ്റെ ഇടയിൽ എന്ന് പറയുന്നത്. നമ്മൾ അതിനാണോ വിമാനത്തിൽ പോയത്? ഈ കൂട്ടിയ വർഗ്ഗക്കാരൻ്റേതായ ചപ്പാത്തി മഞ്ചി നിന്ന് അവിടെ കൂടാനാണോ പ്ലാൻ ചെയ്തിരിക്കുന്നത്? അല്ല, നമ്മളതിൻ്റെ മുകളിലേക്ക് പോകാനാണ്. അപ്പോൾ ആ ബോധത്തിലേക്ക് പോകാനാണ് എന്ന് തിരിച്ചറിയുകയാണെങ്കിൽ ഈ വഴിയിലുള്ള ശീതളിമകളിൽ നിന്നും താങ്കൾക്ക് താല്പര്യം ഉണ്ടാവില്ല. താങ്കൾക്കെന്നല്ല, സാധകന് താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ അത് മൈൻഡ് ചെയ്യാതെ മുമ്പോട്ട് പോകും. അല്ലാതെ അതിൽ അഭിരമിച്ച് നമ്മളതിൻ്റെ സാച്ചുറേഷനിലെത്താം എന്ന് വിചാരിക്കേണ്ടതെന്നാണ് ഞാനീ പറഞ്ഞത്. സാച്ചുറേഷൻ വിൽ ഓട്ടോമാറ്റിക്കലി ടേക്ക് പ്ലേസ്. അത് പോകുന്ന വഴിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. നമ്മൾ വീണ്ടും ഒരു വേറൊരു വഴിപാടി വനക്കാനെ കാണാം, അപ്പുറത്തല്ലേ വേറൊരു വ്യത്യാസമുള്ള കടയാണത്. ശരി, കുറച്ചുകൂടെ അപ്പുറത്ത് പോകും. ഇപ്പോഴാണ് നൂഡിൽസ് മാത്രമേ ഉള്ളൂ വിമാനത്തിൽ എല്ലായിടത്തും ഇപ്പോൾ ഉള്ളത്. പണ്ട് നൂഡിൽസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഉണ്ടാക്കിത്തരുന്ന ചപ്പാത്തിയും തിന്നുകൊണ്ടിരിക്കണം, അത് ഒരുപാട് നേരം വെയിറ്റ് ചെയ്താലേ കയറാനാക്കുള്ളൂ. അപ്പം അങ്ങനെ വീണ്ടും വീണ്ടും കടകൾ കാണും. കടകളോടുള്ള നമ്മുടെ ഈ ചായക്കടകളുണ്ടാകുന്ന നല്ല മനോഹരമായിരിക്കുന്ന സെറ്റിങ്ങാണ് ഹിമാലയത്തിലെ ചായക്കടകൾ. അപ്പോൾ അതിനകത്തോട്ട് കയറിയിരിക്കണം എന്നുള്ളൊരു വ്യഗ്രതയില്ല. നമ്മൾ യാത്രയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അതുപോലെ ഈ സൂക്ഷ്മതകളെ സംബന്ധിക്കുന്ന അനുഭവങ്ങളിൽ നിന്ന് അതിൽ അഭിരമിക്കാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് ധർമ്മം എന്ന് പറയുക. അല്ലാതെ റോബ്സൺ ചോദിച്ച പോലെ അതിൽ പിന്നെ സാച്ചുറേറ്റ് ചെയ്തതിന് വേണം. കാരണം അത് മടുത്തതിന് ശേഷം മാത്രമേ അടുത്ത സ്റ്റെപ്പ് എന്ന് വിചാരിക്കുകയും ചെയ്തത്. അതാണ് ഓഷോ പറഞ്ഞ ഒരു വഴി, എല്ലാത്തിനും മടുത്തിട്ട് മുകളിലോട്ട് പോവുക എന്നുള്ളതാണ്. ആരോഗ്യമായിട്ട് വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. ഇത് വന്നിട്ട് ഒരു ഡിഫിക്കൽട്ടായിട്ട് ഫീൽ ചെയ്യും. കാരണം ഈ എന്തെങ്കിലും ഒരു സങ്കല്പമാണ് ഒരു മനുഷ്യനൊരു രസം കൊടുക്കുന്നത് അവൻ്റെ ജീവിതത്തിന്. എന്തെങ്കിലും ഒരു ആധ്യാത്മികതയിലേക്ക് പോകുന്ന ചില ഈ പറഞ്ഞ കണക്കുള്ള ഒരു പ്രയറാവാം, അതും ഒരു രസം കൊടുക്കുന്നുണ്ട്. ഈ സങ്കല്പം ഇല്ലാതെ അവർ ശരിക്കും ഒരു ഡെത്ത് ഫീലിംഗ് ആണ് ശരിക്കും, അല്ലേ? ഒരു ഡെത്ത് ഫീലിംഗ് ആണ്. ആ ബോധത്തിൻ്റെ ആ ഒരു രസം എന്തുവാന്ന് അത് ഒരു സങ്കല്പമാണോ എന്നുള്ള ഒരു വാട്ട് ഈസ് ഇമാജിനേഷൻ എന്നുള്ള. തീർച്ചയായിട്ടും അങ്ങനെ ബോധം എന്ന് പറയുന്ന ഒരു സങ്കല്പം മാത്രമാണ് എന്ന് വിചാരിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഒരു മനുഷ്യനുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ ബോധപ്രാപ്തി എത്തുന്നവരെ ബോധം ഒരു സങ്കല്പം മാത്രമാണെന്ന് ധരിച്ചോളൂ. ഒരുപക്ഷെ അത്തരത്തിലൊരു ധാരണ തന്നെ താങ്കളെ അല്ലെങ്കിൽ ഒരു സാധകനെ ബോധത്തിലെത്തിക്കുകയേക്കാം. കാരണം ബോധത്തിന് വേണ്ടി ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബോധം ഒരിക്കലും വരില്ല. ബോധത്തിനെ നിരാകരിക്കുക, ബോധത്തിനെ ഇല്ലാണ്. ബോധം എന്താ? ബ്രഹ്മബോധം തുച്ഛം എന്നാണ് വേദാന്തികൾ പറയുന്നത്. ഇത് ബ്രഹ്മബോധത്തിലൊന്നും വലിയ താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ആ സങ്കല്പം പോലും അതും ഒരു ആപേക്ഷികമായിരിക്കുന്ന സങ്കല്പമാണെന്ന് ധരിക്കുന്നത് തന്നെയാണ് ഏറ്റവും സാർത്ഥകമായിരിക്കുന്ന പിന്നെ മാർഗധർമ്മം എന്നെനിക്ക് തോന്നുന്നു. വഴിയിലെ ധർമ്മം അത് തന്നെയായിരിക്കും. അല്ലാതെ മറ്റേതിന് വേണ്ടി ആലോചിച്ചുകൊണ്ടിരുന്നാൽ ഒരിക്കലും നടക്കില്ല. പണ്ട് ഒരു സെൻ കഥയുണ്ട്. ഒരുവൻ ഈ സത്തോറി എന്നാണ് അവർ വിളിക്കുന്നത്, ഈ സത്തോറി, സ്റ്റേറ്റ് ഓഫ് സത്തോറി എന്ന് പറയും. അതായത് ബോധപ്രാപ്തിയുടേതായ അവസ്ഥ, സെൻ മെഡിറ്റേഷനിൽ കൂടെയുള്ള. അവൻ വന്ന് ഗുരുവിനടുത്ത് പറയും, എനിക്ക് ഇത്രയും നാളായിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഞാനതുകൊണ്ട് വേറെ ഒരു നിവൃത്തിയില്ല, ഞാൻ ശരീരം ഉപേക്ഷിക്കാൻ പോവുകയാണ്. ഗുരു പറഞ്ഞു, നന്നായി, ഞാനും വിചാരിച്ചു നിൻ്റെ അടുത്ത് ശരീരം ഉപേക്ഷിക്കാൻ പറയണം, കാരണം വെറുതെ സമയം കളഞ്ഞുകൊണ്ടിരിക്കും, ഇത്രയും നാളായിട്ട് നീ സത്തോരി പ്രാപിച്ചില്ല, എന്നാൽ പിന്നെ നീ പോയി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയെന്ന്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടുത്തെ ഗോപുരത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടും എന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ ഓടിപ്പോയി ഗോപുരത്തിൽ കയറി എന്നാണ് പറയുന്നത്. അപ്പോൾ ആ കഥയിൽ പറയുന്നത് വെച്ചാൽ ഗോപുരത്തിൻ്റെ ഏറ്റവും അവസാനത്തെ പടവിൽ മോളിൽ കയറുന്നിടത്തോടു കൂടി അയാൾ സത്തോരി പ്രാപിക്കുന്നു. കാരണം
ഈ സത്തോരി പ്രാപിക്കണം എന്നുള്ള ലക്ഷ്യം അവിടെ ഉപേക്ഷിച്ചു. അതോടുകൂടി ബുദ്ധൻ എന്താണ് സംഭവിച്ചത്? ബുദ്ധന് ഈ ജ്ഞാനം ഉണ്ടാവണം എന്നുള്ള ആഗ്രഹമൊക്കെ വെടിഞ്ഞ് ഇതൊക്കെ വിട്ടിട്ട് ഒരു സ്ത്രീയെ പോലെ മലർന്ന് സ്വീകരണപ്രാപ്തിയോടുകൂടി അങ്ങ് കിടന്നു എന്നാണ് പറയുന്നത്. തീർന്നു, തളർന്നും കിടന്നു. അന്ന് രാത്രി അദ്ദേഹത്തിലെ സിദ്ധാർത്ഥൻ മരിക്കുകയും ബുദ്ധൻ ജനിക്കുകയും ചെയ്തു. അപ്പം നമ്മുടെ ഉപേക്ഷിക്കൽ എന്ന് പറയുന്നൊരു പ്രോസസ്സ് വളരെ അത്യാവശ്യമാണ് എന്നുള്ളത് സത്യമായിരിക്കെ തീർച്ചയായിട്ടും ബോധം എന്ന് പറയുന്നത് സങ്കല്പമാണെന്ന് വിചാരിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. അങ്ങനെ തന്നെ ചിന്തിക്കുന്നതാണ്. എനിക്ക് തോന്നുന്നു ഇവരൊക്കെ ഈ ബോധപ്രാപ്തരായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നവരൊക്കെ വളരെ ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്നത് ശരിക്കും എല്ലാ ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും എന്തെങ്കിലും ഒരു സങ്കല്പത്തിലാണ് അവൻ്റെ ജീവിതം. പുറമേക്ക് ഇപ്പോൾ കാവിയിട്ട് നടക്കുന്ന ആളാണെങ്കിലും എന്തെങ്കിലുമൊക്കെ. അപ്പം അയാളുടെ സ്റ്റേറ്റ് എന്താണ് ഒരു ഈ ബോധപ്രാപ്തൻ്റെ നമ്മൾ കുറേ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇത്. ബോധപ്രാപ്തൻ്റെ ഒരു സ്റ്റേറ്റ് അത് ക്യാൻ ഇമാജിൻ. അത് നമുക്കൊരു ഇപ്പം നീ കുടിച്ച അവിടെ നിന്ന് കുടിച്ച ചായ പോലെയാണ് ഇവിടുത്തെ ഷാർജ ഷേക്ക് എന്തെങ്കിലും പറഞ്ഞൊരു കമ്പാരിസൺ ഉണ്ട് അവിടെ. ഇത് നമുക്ക് കുറേ സെർച്ച് ചെയ്യുമ്പോഴത്തേക്ക് അവരെങ്ങനെ ഇരിക്കുന്നു എന്നുള്ള ഒരു അല്ല, അങ്ങനെ കമ്പാരിസൺ സാധ്യമാവുന്നത് വ്യത്യസ്തതകൾ ഉള്ളപ്പോൾ മാത്രമേ കമ്പാരിസൺ സാധ്യമുള്ളൂ. എയിലുള്ളത് തന്നെയാണ് ബിയിലുള്ളെങ്കിൽ കമ്പാരിസൺ സാധ്യമല്ലല്ലോ. അതൊരു ബോധപ്രാപ്തി എന്ന് പറയുന്നൊരു ഹോൾസം എക്സ്പീരിയൻസാണ്. അതിലില്ലാത്തതായിട്ട് ഒരു അനുഭവം പ്രപഞ്ചത്തിലില്ല. അപ്പോൾ എല്ലാം അതിനകത്തുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും രണ്ടാമത് വേറൊന്ന് അല്ലെങ്കിൽ ഇതിനേക്കാൾ വ്യത്യസ്തമായ ഒന്ന് എന്ന് പറയുന്നില്ല. അതുകൊണ്ട് തന്നെ അതൊരു പോയിൻ്റ് ഓഫ് നോ റിട്ടേൺ ആണ്. അതിൽ പിന്നെ ഭാഗികമായിരിക്കുന്ന അച്ചീവ്മെൻറ്റുകൾ പ്രാപ്തികളില്ലേയും താനും പൂർണ്ണമായ പ്രാപ്തി മാത്രമേ ഉള്ളൂ. പിന്നെ ഒന്നും അതിനകത്ത് ബാക്കിയില്ല. ഇത് കുറേയും കൂടി ഇതായിട്ട് വരുമ്പോഴത്തേക്ക് പുറത്തേക്ക് നോക്കുന്ന ഒരാൾക്ക് അയാളെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അയാൾ ഡിപ്രഷന് അഡിക്റ്റ് ആക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഹാപ്പിനെസ്സിൽ അങ്ങനെ കൂടുതൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല. അതെല്ലാം പുറത്ത് നോക്കുന്ന ഒരാളാണ്. അയാളൊരു നമ്മൾ ഒരു കൊളോക്കിയൽ ലാംഗ്വേജ് പക്ക ഒരു പേഴ്സണാണെന്ന് പുറമേക്കും തോന്നുന്നത്. അയാൾ വേണമെങ്കിൽ ദുഃഖം അഭിനയിക്കാം, അല്ലെങ്കിൽ സന്തോഷം അഭിനയിക്കാം. പക്ഷേ ഒരു നമ്മൾ അത് ഇപ്പം ഞാനതിലേക്ക് എത്തിയെന്ന് ഞാൻ സങ്കല്പിക്കുകയാണെങ്കിൽ വെറുതെ ഒരു എനിക്ക് മാത്രമേ അറിയൂ അത്, അല്ലേ? അതെ, എനിക്ക് മാത്രമേ അറിയൂ. ഒരു പുറത്തേക്കുന്ന ഒരാൾക്ക് അത് എൻ്റെ ആ എക്സ്പ്രഷൻ വെച്ചിട്ട് അത് ഐഡൻറ്റിഫൈ ചെയ്യാനേ പറ്റില്ല. അവിടെ നമ്മൾ പുറത്തേക്ക് കാണിക്കാൻ നോക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നമുക്ക് നമ്മളെ തന്നെ വിശ്വാസമില്ല എന്നുള്ളതാണ്. നമ്മൾ എന്തുകൊണ്ട് കാണിക്കേണ്ടി വരുന്നു? നമ്മളൊരു നയം സ്വീകരിക്കേണ്ടി വരുന്നത് ഒരു ഭയമുള്ളതുകൊണ്ടാണ്. നമുക്ക് നമ്മളെ നഷ്ടപ്പെടുമോ, നമുക്ക് എന്തെങ്കിലും വ്യത്യസ്തത, നമുക്കൊരു കുറവ് വരുമോ എന്നുള്ളിടത്താണ് നമ്മൾ പ്രകടനപരതയോടുകൂടി നമ്മൾ ബോധപ്രാപ്തനാണെന്ന് കാണിക്കേണ്ടി വരുന്നത്. അങ്ങനെ കാണിക്കേണ്ടി ബോധപ്രാപ്തനല്ല, ഇല്ലാത്തതുകൊണ്ടാണ് ഈ കാണിക്കാൻ നടക്കുന്നത്. മനസ്സിലായില്ലേ? ഇപ്പോൾ ഉള്ളവന് ഇതിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഭയവുമില്ല, നിർഭയനാണ്. അങ്ങനെ ആരെയും കൺവിൻസ് ചെയ്യേണ്ട കാര്യമില്ല, ഒന്നും നേടാനില്ല. അവൻ്റെ കൈക്കകത്തെ നെല്ലിക്ക പോലെയാണ് ഈ പ്രപഞ്ചത്തിലെ കംപ്ലീറ്റ് കാര്യങ്ങൾ എന്ന സത്യം അവൻ അറിഞ്ഞിരിക്കെ അവന് പിന്നെ എന്ത് പ്രാപ്തിക്ക് വേണ്ടിയാണ് അവൻ നോക്കേണ്ട കാര്യം? അവനൊന്നുമില്ല, നിസ്സാരമാണ്. അവൻ അവൻ്റേതായ കർമ്മങ്ങളുടെ ആ വരച്ചിട്ട കോളങ്ങളിലൂടെ അവൻ മര്യാദയ്ക്ക് ഒരു ചതുരംഗത്തിലെ കരു നീങ്ങുന്ന പോലെ ഉണ്ടാതെ നീങ്ങിക്കൊണ്ടിരിക്കും. അവൻ അതിനകത്ത് ഒരു വയലൻസും കാണിക്കാൻ പോകുന്നില്ല. അങ്ങനെ കാണിക്കുകയാണെങ്കിൽ സ്വാർത്ഥത വന്നു കഴിഞ്ഞു. ഞാനിത് തിരിച്ചറിഞ്ഞിരിക്കുന്നു, ഈ പ്രപഞ്ചത്തിൻ്റെ താക്കോൽ എൻ്റെ കയ്യിലുണ്ട് എന്ന് തിരിച്ചറിഞ്ഞത് വലത്തോട്ടും ഇടത്തോട്ടും അങ്ങ് തിരിക്കാൻ തുടങ്ങുകയാണെങ്കിലേ അവിടെ വയലൻസാണ്, വേണ്ടാതിരിക്കുക എന്നുള്ളത്. നമുക്കിപ്പോൾ അല്ലാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് തോന്നാം എന്ത് മനോഹരമായിരിക്കുന്ന ഒരവസ്ഥയായിരിക്കും. നേരെ തിരിച്ചാണ്. ലോകത്തുള്ള സകല ദുഃഖങ്ങളും നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു, സകല പീഡകളും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു, സകല വേദനകളും രോഗങ്ങളും ഒക്കെ നമ്മൾ ഓരോ വ്യക്തികളിലുണ്ടാകുന്ന രോഗങ്ങളുടെയും ഒരു ചെറിയ മിനിയേച്ചർ നമ്മളും കൂടെ അറിഞ്ഞു വീഴുന്നു, അറിയാതിരിക്കാൻ പറ്റാതിരിക്കുന്നു. അപ്പോൾ ശാരീരികമായിട്ട് നോക്കുകയാണെങ്കിൽ സ്ഥൂലതയുടെ സ്ഥൗല്യത്തിൻ്റെ ഒരു സുഖമല്ല അത്, ബുദ്ധിമുട്ടാണ്. ഇതാരും പറഞ്ഞു തരുന്നില്ല എന്നുള്ളൂ. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ആരും ബോധത്തിലേക്ക് പോകില്ല. അല്ല പോലെ പോവാം, കാരണം കമ്പാരിറ്റീവ്ലി ഇത് അയാളിൽ ഒടുങ്ങുന്നല്ലോ. മറ്റേ പോകാത്തവരൊക്കെ മറ്റവരിലാണ് ഒടുങ്ങിത്തീരുന്നത്, അല്ലേ? അപ്പോൾ ഇത് കുഴപ്പമില്ല, അവരിൽ ഒടുങ്ങുമല്ലോ, അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ മറ്റാളെ ബ്ലെയിം ചെയ്യേണ്ടി വരുമല്ലോ, ഇതാകുമ്പോൾ ആരും ബ്ലെയിം ചെയ്യണ്ട. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചായ കുടിച്ചിട്ട് വേണ്ടിയിരിക്കാം. ശരി.
ചായ